ഇന്ന് നമ്മുടെ കൂടെ ദാ ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജിബിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. സോ ഹലോ. ചേട്ടനിപ്പോ ക്രിക്കറ്റ് ഇവിടെ കളിക്കേണ്ടതായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി കളിക്കാൻ പറ്റിയില്ല. സോ അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ലൈക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും? ഒരു നെഗറ്റീവ് ഇല്ല. കാര്യം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ കളിക്കാതിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കളിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സങ്കടമൊന്നുമില്ല. പക്ഷെ എന്നാലും ടീമുകൾ ബാക്കി എല്ലാവരും കളിക്കണ കാണുമ്പോൾ ഒരു വിഷമം അത്രയുണ്ട്, അതുണ്ട്. ഇനിയിപ്പോ പുതിയ വിശേഷങ്ങൾ സിനിമയിലായിട്ട് നമ്മള് ഡിയസീറ കണ്ടു. പിന്നെ ബബ്ബബ്ബ അതിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡിയസീറയൊക്കെ ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു ക്യാരക്ടറായിരുന്നു. കളങ്കാവൽ. ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല അതിൻ്റെ ഒരു എന്താ ആ രണ്ട് സിനിമകളും ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് ഇപ്പോൾ ഉണ്ട്, ഇല്ലയെന്നല്ല. അത് ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം രണ്ട് നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റി, അടുപ്പിച്ച് രണ്ട് വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ തുടക്കം എന്ന് പറഞ്ഞിട്ട് ലാൽ സാറിൻ്റെ മകള് വിസ്മയ ലീഡ് ചെയ്യുന്ന പടം ചെയ്തുകൊണ്ടിരിക്കുക. അത് വണ്ടിപ്പെരിയാർ ആ ഭാഗത്തൊക്കെയാണ്, വാഗമൺ ഭാഗത്തൊക്കെ ഷൂട്ട് നടക്കുക. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ടൂർണമെൻറ്റ് ഇറങ്ങാതിരുന്ന കാര്യം അതാ. ഈ റിയൽ ലൈഫിലൊരു പോലീസ് ഓഫീസറാണ്. അപ്പൊ കളങ്കാവലിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തപ്പോ എന്തെങ്കിലും ഒരു ഡിഫറൻസസോ അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടറിലേക്ക് ചെയ്തിട്ടുണ്ടോ? പ്രിപ്പറേഷൻ പരിപാടിയൊന്നും ഇല്ല. പക്ഷേ കളങ്കാവലിലിപ്പം അത് വേറൊരു തരം പോലീസിങ് ആണ് കളങ്കാവലിലേത്. നമുക്കൊരിക്കലും നമ്മൾ ഒറിജിനൽ ഒരു ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള പോലീസിങ് ഒരിക്കലും സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് രണ്ടും ഭയങ്കര വ്യത്യാസമാണ്.